Hi guys, this is Anubhamani. Welcome to my channel Secure Shell. ഇന്ന് നമ്മൾ യൂസർ മോഡ് കമാൻഡുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് യൂസർ മോഡ് യൂസറിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരു യൂസറിനെ റീനെയിം ചെയ്യണം, ഹോം ഡയറക്ടറി മാറ്റണം, അതിനൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണം, അതിൻ്റെ ഷെല്ല് മാറ്റണം, ലോക്ക് ചെയ്യണം, അൺലോക്ക് ചെയ്യണം. ഇത്രയൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. യൂസർ മോഡ് കമാൻഡ്സ് ആസ് മെൻഷൻഡ് ഏർലിയർ ഇത് ഉപയോഗിക്കുന്നത് ഒരു യൂസറിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കമാൻഡിൻ്റെ ആപ്ലിക്കേഷൻസ് പഠിക്കുന്നതിന് മുന്നേ 3 ഫയൽസിനെ പറ്റി അറിയേണ്ടത് അത്യാവശ്യമാണ്. ആ ഫയൽസിൻ്റെ പേരുകളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിലൊന്നാമത്തെയാണ് /etc_passwd. /etc പാസ്വേഡ് എന്ന് തന്നെ പറയും. അപ്പോൾ ഒരു യൂസറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ എല്ലാം നമുക്ക് ഈ ഫയലിൽ നിന്ന് കിട്ടും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിലെ ഓരോ ലൈനും ഓരോ യൂസർ ഇൻഫർമേഷൻ ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻക്രിപ്റ്റഡ് പാസ്വേഡ് /etc ഷാഡോ എന്ന് പറയുന്ന ഫയലിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, /etc ഷാഡോയെ പറ്റി നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫയലാണ് /etc ഗ്രൂപ്പ് എന്ന് പറയുന്ന ഫയൽ. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന എന്താണ്, ഗ്രൂപ്പ് ആ പർട്ടിക്കുലർ യൂസർ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഗ്രൂപ്പുകളെ പറ്റിയുള്ള ഇൻഫർമേഷനാണ് നമുക്ക് ആ ഫയലിൽ നിന്ന് ലഭിക്കുക. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ആദ്യം തന്നെ ഗ്രൂപ്പ് നെയിം ഉണ്ടാവും, അതേപോലെ തന്നെ ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും, അതേപോലെ തന്നെ ആ ഗ്രൂപ്പിൽ ഏതൊക്കെ മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻസും /etc ഗ്രൂപ്പ് എന്ന് പറയുന്ന ഡയറക്ടറിയിൽ നിന്ന് ഫയലിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇനിയാണ് /etc ഷാഡോ എന്ന് പറയുന്ന ഫയൽ. എൻക്രിപ്റ്റഡ് പാസ്വേഡ്സ് ആണ് ഈ ഫയലിൽ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ പാസ്വേഡ് ഏജിങ് ഇൻഫർമേഷൻസും ഉണ്ടാവും. അപ്പോൾ ഈ 3 ഫയൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻ്റർവ്യൂവിന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു യൂസർ വേണം. സുഡോ റൂട്ട് യൂസറായി. അതിനുശേഷം ഒരു പുതിയ യൂസറിനെ ഉണ്ടാക്കുന്നതിനുള്ള കമാൻഡാണ് ആഡ് യൂസർ. നമുക്ക് ടെസ്റ്റ് യൂസർ എന്ന് പറഞ്ഞ ഒരു യൂസർ ഉണ്ടാക്കാം. ടെസ്റ്റ് യൂസർ. പാസ്വേഡ് കൊടുക്കാം 12345 എൻ്റർ. 12345. പാസ്വേഡ് അവിടെ വരില്ല, പക്ഷെ അതവിടെ ഉണ്ട്. ലിനക്സിൽ അങ്ങനെ പാസ്വേഡ് കാണിക്കില്ല, സെക്യൂരിറ്റി റീസൺ കൊണ്ട് പാസ്വേഡ് കാണിക്കില്ല, പക്ഷെ അതവിടെ എൻ്റർ ആയിട്ടുണ്ട്. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എൻ്റർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു യൂസറുണ്ട്. ഇപ്പോൾ യൂസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫയൽ ഉണ്ടായിരുന്നല്ലോ. അതെവിടെയായിരുന്നു? /etc passwd എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫയലിൽ പോയിട്ട് നമുക്ക് യൂസർ ആഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാറ്റ് കമാൻഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്യാറ്റ് കമാൻഡ് ഒരു ഫയലിനെ ഔട്ട്പുട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാറ്റ് കമാൻഡ് ഉപയോഗിക്കുന്നത്. റൂട്ട് ഡയറക്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ഉള്ള ഡയറക്ടറി, അതായത് ലിനക്സ് ഫയൽ സിസ്റ്റം ഹയറാർക്കിയിൽ ഏറ്റവും ആദ്യത്തെ ഡയറക്ടറി, ഇതിനുള്ളിലാണ് എല്ലാവരും ഉള്ളത്. / ഡയറക്ടറിക്കുള്ളിൽ etc എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ഉണ്ട്. അതിനുള്ളിൽ passwd എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറി ഉണ്ട്. ഓക്കെ, എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ ക്യാറ്റ് ഡയറക്ടറിക്കുള്ള കാര്യങ്ങൾ മൊത്തം ലിസ്റ്റ് ആവും. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം ടെസ്റ്റ് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള യൂസർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്? ആദ്യം തന്നെ യൂസർ നെയിം ഉണ്ട്. യൂസർ നെയിം എന്താണ്? ടെസ്റ്റ് യൂസർ എന്നുള്ളതാണ് യൂസർ നെയിം. അത് കഴിഞ്ഞിട്ട് പാസ്വേഡ് ഇൻഡിക്കേഷൻ എക്സ് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? /etc ഷാഡോ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻക്രിപ്റ്റഡ് പാസ്വേഡ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ട്? ഈ കാണുന്നതാണ് അതിൻ്റെ യൂസർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ UID എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് അതിൻ്റെ ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ GID എന്ന് പറയുന്നത്. ഇവിടെ empty ആണ്. പിന്നെ ഇതിൻ്റെ ഹോം ഡയറക്ടറി എവിടെ കിടക്കുന്നത്? ഹോം ഡയറക്ടറി എവിടെ കിടക്കുന്നത്? ഈ ടെസ്റ്റ് യൂസർ എന്ന് പറഞ്ഞാണ് ഹോം ഡയറക്ടറിയുടെ പേര്. പിന്നെ അതിൻ്റെ ഷെല്ല് /bin/bash എന്ന് പറയുന്ന ഷെല്ലാണെന്നുള്ള ഇൻഫർമേഷൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി നമ്മളുടെ ഫസ്റ്റ് യൂസർ മോഡ് കമാൻഡുകളെ പറ്റി പഠിക്കുമ്പോൾ ഫസ്റ്റ് തിങ് ആണ് നമുക്കൊരു യൂസറിന് കമൻറ്റ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു യൂസറിന് നമുക്ക് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്കൊരു പേര് മാതിരി എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പം അതിനുള്ള കമാൻഡാണ് യൂസർ മോഡ് -c. അതിനുശേഷം ഏതാണോ നമ്മുടെ കമാൻഡിൽ നിന്ന് കൊടുക്കണം. ദിസ് ഈസ് എ ടെസ്റ്റ് യൂസർ. അതിനുശേഷം യൂസർ നെയിം കൊടുക്കണം. യൂസർ നെയിം എന്താണ്? ടെസ്റ്റ് യൂസർ എന്നാണ് യൂസർ നെയിം. ഓക്കെ, അപ്പോൾ നമുക്ക് കമാൻഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഈ
/etc/PASSWD എന്ന് പറയുന്ന ഫയലിൽ വന്ന് നോക്കണം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ക്യാറ്റ് കമാൻഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇത്രയും വലിയ ഔട്ട്പുട്ട് കിട്ടാറുണ്ട്. അപ്പം അതിന് പകരമായിട്ട് ഞാൻ വേറൊരു വഴി കാണിച്ചു തരാം. ക്യാറ്റ് etc/PASSWD ഇതാണ് നമ്മുടെ ഫയൽ നെയിം. ഓക്കെ, എന്നിട്ട് ഞാനൊരു പൈപ്പ് എന്ന് പറയുന്ന ചിഹ്നം ഇടുകയാണ്. ഈ പൈപ്പ് എന്ന് പറയുന്ന ചിഹ്നം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ രണ്ട് കമാൻഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൈപ്പ് ഉപയോഗിക്കുന്നത്. യൂസർ നെയിം എന്താണ്? ടെസ്റ്റ് യൂസർ. ഓക്കെ, ഈ /etc/PASSWD എന്ന് പറയുന്നത് ഒരു കമാൻഡാണ്. അതേപോലെ തന്നെ ഈ grep ടെസ്റ്റ് യൂസർ എന്ന് പറഞ്ഞ വേറൊരു കമാൻഡാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ ഈ കമാൻഡ് എക്സിക്യൂട്ട് ആവും. cat etc/PASSWD എന്ന് പറഞ്ഞ കമാൻഡ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, അപ്പോൾ അതിനുശേഷം അത് എക്സിക്യൂട്ട് ആകുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കുള്ളൂ കേട്ടോ. ഇത് ഈ കാണുന്ന ഔട്ട്പുട്ടാണ്. നമുക്ക് കുറച്ച് മുന്നേ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേമാതിരത്തെ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതിനുശേഷം ഈ കിട്ടിയ ഔട്ട്പുട്ടിനെ ഒന്നുകൂടി ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ grep ടെസ്റ്റ് യൂസർ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് ടെസ്റ്റ് യൂസർ എന്ന് പറയുന്ന കീവേഡ് ഉള്ള ലൈൻ മാത്രം നമുക്ക് മതി, വേറൊന്നും വേണ്ട എന്നുള്ളതാണ് ഈ grep ടെസ്റ്റ് യൂസർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് യൂസർ എന്നുള്ള കണ്ടന്റ് മാത്രം നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ മനസ്സിലാവും ടെസ്റ്റ് യൂസർ എന്നാണ് യൂസർ നെയിം. എക്സ് ആസ് യൂസ്വൽ പാസ്വേഡിൻ്റെ എൻക്രിപ്റ്റഡ് പാസ്വേഡാണ്. ഷാഡോ എന്ന് പറഞ്ഞ ഫയലിൽ അതുണ്ട്. പിന്നെയാണ് UID GID. അതിനുശേഷം നമ്മൾ കൊടുത്ത കമാൻഡ് ദിസ് ഈസ് എ ടെസ്റ്റ് യൂസർ. ഓക്കെ, പിന്നെ ഹോം ഡയറക്ടറി ഏതാണ്? /home/test user എന്ന് പറഞ്ഞ ഹോം ഡയറക്ടറി ഉണ്ട്. പിന്നെ അതിൻ്റെ ഷെൽ /bin/bash എന്ന് പറയുന്ന ഷെല്ലും ഉണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് ഇതിൻ്റെ ഹോം ഡയറക്ടറി മാറ്റണം. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഹോം ഡയറക്ടറി ഏതാ? /homeൻ്റെ ഉള്ളിൽ ടെസ്റ്റ് യൂസർ എന്ന് പറഞ്ഞ ഒരു ഹോം ഡയറക്ടറിയാണ് ഇതിനുള്ളത്. ഇതിൻ്റെ നമ്മൾ ടെസ്റ്റ് യൂസറിൻ്റെ ഹോം ഡയറക്ടറി അനൂപ് എന്ന് പറയുന്ന ഒരു ഹോം ഡയറക്ടറി ആയിട്ട് മാറ്റാൻ പോവാണ്. അതിനുള്ള കമാൻഡാണ് usermod -d. d എന്ന് പറഞ്ഞ ഫ്ലാഗ് നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. d എന്ന് പറഞ്ഞ ഫ്ലാഗ് ഇവിടെ c എന്ന് പറഞ്ഞ ഫ്ലാഗാണ് നമ്മൾ ഉപയോഗിച്ചത്. അതായത് കമൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് c എന്ന് പറഞ്ഞ ഫ്ലാഗ്. ഇവിടെ ഹോം ഡയറക്ടറി മാറ്റുന്നതിന് വേണ്ടിയിട്ട് d എന്ന് പറഞ്ഞ ഫ്ലാഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ d എന്ന് പറഞ്ഞ ഫ്ലാഗ് ഉപയോഗിച്ചതിന് ശേഷം /home/അനൂപ് എന്ന് കൊടുക്കണം. നമുക്ക് അനൂപ് എന്നാണല്ലോ പേര് മാറ്റണ്ടേ. അതിനുശേഷം നമ്മുടെ ഏതാണോ യൂസർ ടെസ്റ്റ് യൂസർ എന്ന് കൊടുക്കാം. നമ്മുടെ യൂസറിൻ്റെ പേരെന്നാണ് ടെസ്റ്റ് യൂസർ എന്നാണ്. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ കമാൻഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സക്സസ്ഫുൾ ആയോ ഇല്ലയോ നോക്കണം. ഒരു യൂസറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഒക്കെ എവിടെ കിട്ടുക? /etc/PASSWD എന്ന് പറഞ്ഞ കമാൻഡിലാണ് കിട്ടുക. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത കമാൻഡാണ് ഈ കമാൻഡ്. ആരോ കീ മുകളിലേക്ക് അമർത്തി കഴിഞ്ഞാൽ ഈ കമാൻഡ് നമുക്ക് വീണ്ടും കിട്ടും. അപ്പോൾ cat etc/PASSWD grep ടെസ്റ്റ് യൂസർ ഒന്നുകൂടി ആ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഹോം ഡയറക്ടറി എവിടെയാണ്? /home. ഇപ്പോഴത്തെ ഹോം ഡയറക്ടറി /home/അനൂപ് എന്ന് മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. നേരത്തെ എന്തായിരുന്നു? /home/test യൂസർ ആയിരുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതാണ് നമ്മുടെ യൂസറിൻ്റെ എക്സ്പയറി ഡേറ്റിൽ അതേമാതിരത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് usermod -e. നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് വേണം? 2026 05 01 നമ്മുടെ യൂസറിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ അതിനുള്ള കമാൻഡ് എന്താണ്? ഇതാണ് അതിനുള്ള കമാൻഡ്. അപ്പോൾ നമ്മുടെ യൂസറിൻ്റെ പേരെന്താണ്? ടെസ്റ്റ് യൂസർ. ഓക്കെ, ടെസ്റ്റ് യൂസർ. ഓക്കെ, ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമുക്കൊരു പുതിയൊരു കമാൻഡ് നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് -l ടെസ്റ്റ് യൂസർ then യൂസർ നെയിം. ഇത് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അക്കൗണ്ട് എക്സ്പയർ ആവുന്ന ഡേറ്റ് എപ്പോഴാണ്? മെയ് 1 2026. നമ്മളിവിടെ കൊടുത്ത ഡേറ്റും ഈ ഡേറ്റും സെയിം ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഡേറ്റ്, പിന്നെ പാസ്വേഡ് എക്സ്പയറേഷൻ വാർണിംഗ്, എത്ര ദിവസം കഴിയുമ്പോൾ പാസ്വേഡ് എക്സ്പയറേഷൻ വാർണിംഗ് കൊടുക്കണം എന്നുള്ളത്. അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ കമാൻഡ് വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ chag കമാൻഡ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് ടാസ്ക് തരും.
അപ്പോൾ ആ ടാസ്ക് കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി കുറച്ചും കൂടിയും ഡീപ്പായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, എല്ലാ കാര്യങ്ങളും പറയാമെന്ന് വെച്ചാൽ പോസിബിൾ അല്ല. അപ്പം നമുക്ക് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് പഠിക്കാമെന്നല്ല, യു ജസ്റ്റ് പ്ലേ വിത്ത് ദിസ് കൈൻഡ് ഓഫ് എന്താണ് കമാൻഡ്സ്. ഈ കമാൻഡുകളൊക്കെ വെച്ച് ചുമ്മാ കളിക്കുക, ചുമ്മാ ഒരു യൂസർ ഉണ്ടാക്കുക. അതേമാതിരി തന്നെ അതിൻ്റെ പെർമിഷൻസ് അല്ലല്ലോ, അതിൻ്റെ യൂസർ മോഡ് കമാൻഡുകളുടെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ചെയ്ത് നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ശരിക്കും ഒരു യൂസറിനെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതിനടുത്താണ് ഒരു യൂസറിൻ്റെ ലോഗിൻ നെയിം മാറ്റുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന യൂസർ മോഡ് കമാൻഡാണ്. അതിന് വേണ്ടിയിട്ടുള്ള എക്സ്റ്റൻഷനാണ് -l. -l എന്ന് പറഞ്ഞ ഫ്ലാഗാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ ഏത് പേരിലേക്കാണ് മാറ്റേണ്ടത് എന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് മാറ്റേണ്ടത് ഏതാ? ടെസ്റ്റ് അക്കൗണ്ട് എന്നുള്ള പേരിലേക്ക് മാറ്റാം. നേരത്തെ ഏത് യൂസറിനെയാണ് മാറ്റേണ്ടത്? ടെസ്റ്റ് യൂസർ എന്നുള്ള യൂസറിനെയാണ് മാറ്റേണ്ടത്. ടെസ്റ്റ് യൂസർ എൻ്റർ അടിക്കുമ്പോൾ കമാൻഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്കിത് വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതിനാണ് ID ടെസ്റ്റ് യൂസർ എന്ന് അടിച്ചു പോകണം. ടെസ്റ്റ് യൂസർ. ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് യൂസർ എന്ന് പറഞ്ഞൊരു ID കിട്ടില്ല. കാരണം എന്താണ്? അത് മാറിയിട്ട് എന്തായിട്ടുണ്ട്? ടെസ്റ്റ് അക്കൗണ്ടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ടെസ്റ്റ് അക്കൗണ്ട് അടിച്ച് നോക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗ്രൂപ്പ് ID ഉണ്ട്, ടെസ്റ്റ് യൂസറിൻ്റെ ഗ്രൂപ്പ് ID ഉണ്ട്, GID ഉണ്ട്. അടുത്തതാണ് ഒരു യൂസറിനെ ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമാൻഡ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇനി നമുക്ക് ഒരു യൂസറിനെ എങ്ങനെ ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നോക്കാം. ആദ്യം തന്നെ ഒരു യൂസർ ഉണ്ടാക്കാം, പുതിയൊരു യൂസർ ഉണ്ടാക്കാം. അപ്പോൾ യൂസറിനെ ഉണ്ടാക്കുന്നതിനുള്ള കമാൻഡ് എന്താണ്? ആഡ് യൂസർ ലാർക്ക് M2 എന്ന് കൊടുക്കുക. ലാർക്ക് M2 എന്ന് പറഞ്ഞൊരു യൂസർ ഉണ്ടാക്കുകയാണ്. പാസ്വേഡ് ഞാൻ 1 ടൈപ്പ് ചെയ്യുകയാണ്. എൻ്റർ, വീണ്ടും 1, എൻ്റർ, എല്ലാം എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു യൂസർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്വിച്ച് യൂസർ ചെയ്യുമ്പോൾ സ്വിച്ച് യൂസർ ലാർക്ക് M2 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഓക്കെ, ലാർക്ക് M2ലേക്ക് കയറാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് റൂട്ട് യൂസർ ആണല്ലോ. റൂട്ട് യൂസർ ആകുമ്പോൾ എല്ലാ യൂസറിൻ്റെ ഉള്ളിലേക്കും കയറാൻ പറ്റും. പക്ഷെ നമുക്ക് കസ്റ്റമൈസ് അതും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, എക്സിറ്റ് ചെയ്യാണ്. ഞാൻ റൂട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ കാളി എന്ന് പറഞ്ഞ യൂസറാണ്. കാളി എന്ന് പറഞ്ഞ യൂസറായിട്ട് സ്വിച്ച് യൂസർ ലാർക്ക് M2 എന്ന് ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ പാസ്വേഡ് ചോദിച്ചു. പാസ്വേഡ് എന്താണ്? 1 ആണ്. 1 ടൈപ്പ് ചെയ്യുമ്പോൾ ഓക്കെ, ഇത് ലാർക്ക് M2 എന്ന് പറഞ്ഞ യൂസറായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു സാധാരണ യൂസർ ആയിരുന്നിട്ട് പോലും അതായത് ഞാനൊരു സാധാരണ യൂസർ ഇരുന്നിട്ട് പോലും ലാർക്ക് M2ലേക്ക് എനിക്ക് കയറാൻ പറ്റി. ഓക്കെ, ഇനി ഞാൻ ഇതിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. ലാർക്ക് M2ൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും സുഡോസ് ഒഴിച്ച് സൂപ്പർ യൂസർ ആവുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ലാർക്ക് M2 എന്ന് പറഞ്ഞ യൂസറെ ലോക്ക് ചെയ്യാൻ പോവാണ്. അതിനുള്ള കമാൻഡാണ് യൂസർ മോഡ് -l 2. ഓക്കെ, അപ്പോൾ കമാൻഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം. എക്സിറ്റ് അടിക്കുമ്പോൾ സാധാരണ യൂസർ ആയിട്ടുണ്ട്. സ്വിച്ച് യൂസർ ലാർക്ക് M2 അടിക്കുമ്പോൾ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ഞാൻ 1 ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓതൻറ്റിക്കേഷൻ ഫെയിലിയർ എന്ന് പറഞ്ഞ് കാണിച്ചു. കാരണം എന്താണ്? ഇതിന് മുന്നേ ചെയ്തപ്പോൾ ഓതൻറ്റിക്കേഷൻ സക്സസ്ഫുൾ ആയിരുന്നു. നമുക്ക് ലാർക്ക് M2 എന്ന് പറഞ്ഞ യൂസറായിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പർട്ടിക്കുലർ യൂസറിനെ ലോക്ക് ചെയ്തതുകൊണ്ടാണ്. ഇനി ഞാൻ വീണ്ടും ആ യൂസറിനെ അൺലോക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ കാളിയല്ലേ, വീണ്ടും റൂട്ട് യൂസർ ആകുന്നു. അതിനുശേഷം യൂസർ മോഡ് ഈ ഫ്ലാഗ് L മാറ്റിയിട്ട് ഫ്ലാഗ് U ആക്കുകയാണ്. ക്യാപിറ്റൽ U, അതാണ് അൺലോക്കിന് വേണ്ടിയിട്ടുള്ള ഫ്ലാഗ്. എൻ്റെ അടിക്കുമ്പോൾ കമാൻഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും റൂട്ട് യൂസറിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് സാധാരണ കാളി എന്ന് പറഞ്ഞ യൂസർ ആവുകയാണ്. എന്നിട്ട് വീണ്ടും ഞാൻ സ്വിച്ച് യൂസർ ലാർക്ക് M2 എന്ന് പറഞ്ഞ കമാൻഡ് അടിക്കുകയാണ്. ഓക്കെ, പാസ്വേഡ് എന്താണ്? 1 ആണ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ലാർക്ക് M2ലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഒരു യൂസറിനെ ലോക്ക് ചെയ്യുന്നതും അൺലോക്ക് ചെയ്യുന്നതും. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചതിൻ്റെ സ്ലൈഡുകൾ. ഇത്രയും സ്ലൈഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, നോട്ട് ഉണ്ടാക്കുകയും ചെയ്യുക. ഓക്കെ, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നിങ്ങളിത് ചെയ്ത് നോക്കിയാലേ കുറച്ചും കൂടി മനസ്സിലാവുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടാസ്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനുകളെല്ലാം നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.